ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന അവ്വല ബൈതിൻ വുദിഅ ലിന്നാസി للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين صدق الله مولانا العلي العظيم. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലി ഇമ്രാനിലെ 96, 97 സൂക്തങ്ങളാണ് നമ്മൾ കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ ആദ്യമായി നിർമ്മിച്ച ഭവനം, അത് മക്കയിലെ പരിശുദ്ധമായ കഅബയാകുന്നു, മസ്ജിദുൽ ഹറാമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് വേണ്ടി പണി കഴിപ്പിച്ച ആദ്യത്തെ വീട് എന്നാണ് പറഞ്ഞത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ പ്രിയപുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും സഹധർമ്മിണിയായ ഹാജർ റളിയല്ലാഹു അൻഹയും മക്കയിൽ വരുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹു കഅബാലയത്തെ ജനങ്ങൾക്കുള്ള വീടായിക്കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. മഹാന്മാരായ മലക്കുകളാണ് ആ വീട് നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമാക്കപ്പെട്ട ഏഴാനാകാശത്തിൽ ഉള്ള പള്ളി അഥവാ ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്ന പള്ളി, ആ പള്ളിയുടെ നേരെ താഴെ ദിശയിലായിക്കൊണ്ടാണ് കഅബാലയത്തെ അല്ലാഹു പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഖുർആനിൽ വ്യക്തമായിക്കൊണ്ട് അല്ലാഹു പറഞ്ഞു, ലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടിയാണ് അത് പണി കഴിപ്പിച്ചത്. ലല്ലദീ ബിബക്ക, ആ പണി കഴിപ്പിക്കപ്പെട്ടതായ ഭവനം മക്കയിലെ കഅബയാണ്. മുബാറക്കൻ, അത് ബറക്കത്തുடைய കഅബയുമാണ്. അഥവാ അവിടെ ചെന്നു കഴിഞ്ഞാൽ ബറക്കത്തുണ്ടാവാത്ത ഒരു മനുഷ്യനില്ല. അവിടുത്തെ എല്ലാ വസ്തുക്കളിലും ബറക്കത്തുണ്ട്. അവിടുത്തെ ആ മണ്ണിന് ബറക്കത്തുണ്ട്. അവിടുത്തെ എല്ലാറ്റിലും അല്ലാഹു തആല ബറക്കത്ത് നിക്ഷേപിച്ചിട്ടുണ്ട്. അവിടുന്ന് സംസം കുടിച്ചാലും, അവിടുന്ന് ഭക്ഷണം കഴിച്ചാലും, അവിടെ വിശ്രമിച്ചാലും അതിലൊക്കെ അല്ലാഹു തആല ബറക്കത്ത് നിക്ഷേപിച്ചിട്ടുണ്ട്. വഹുദൻ ലിൽ ആലമീൻ, മാത്രമല്ല ആ പരിശുദ്ധമായ കഅബ ലോകർക്ക് സന്മാർഗവുമാണ്. ലോകത്ത് ഏത് ആളുകൾ വഴിതെറ്റിപ്പോയാലും മക്കയിലേക്ക് കടന്നു വന്നാൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യപാദം സ്പർശിച്ച, പൂർവികരായ പ്രവാചകന്മാരുടെ പാദങ്ങൾ സ്പർശിച്ച പരിശുദ്ധ മണ്ണിലേക്ക് ഒരാൾ കടന്നു വന്നാൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഹിദായത്ത് നൽകും. സത്യം പുൽകണമെന്ന ആഗ്രഹത്തോടുകൂടെ, നന്മയിൽ ജീവിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ വന്നാൽ അവർക്ക് അല്ലാഹു ഹിദായത്ത് നൽകുമെന്നാണ് പരിശുദ്ധമായ ഖുർആനിലെ ഈ സൂക്തത്തിൻ്റെ വ്യാഖ്യാനം. നമ്മൾ ആലോചിച്ച് നോക്കണം, മനുഷ്യരായ നമ്മളൊക്കെ പല പ്രശ്നങ്ങളിലും പല പ്രയാസങ്ങളിലും പെട്ടവരാണ്. അല്ലാഹുവിൻ്റെ പരിശുദ്ധ കഅബയിൽ ചെന്നാൽ, അവൻ്റെ കഅബ ശരീഫിനരികിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് വളരെ വലിയ ഉത്തരമുണ്ട്. അവൻ്റെ ഇബാദത്തിന് സ്വീകാര്യതയുണ്ട്. അവൻ അള്ളാഹുവിൻ്റെ അടുത്ത് കബൂലിയത്തുമുണ്ട്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ.
പരിശുദ്ധ മണ്ണിൽ കാലുകുത്താൻ സാധുക്കളായ നമുക്കെല്ലാവർക്കും അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ബിഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.